നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 7 ഞായറാഴ്ചയാണ്. ചിങ്ങം 22. ഇനി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടി പ്രേക്ഷകരോട് പറയാം. കർമ്മനിരതനായ ജ്ഞാനി എന്ന ഫ്രഞ്ച് ചിന്തകനും നൊബേൽ ജേതാവുമായ റൊമാൻ റോളിംഗ് വിശേഷിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ജന്മവാർഷിക ദിനമാണിന്ന്. ജീവിതം കൊണ്ടും ദർശനം കൊണ്ടും സാമൂഹിക നവോത്ഥാനത്തിന് ഊർജ്ജം പകർന്ന വ്യക്തി കൂടിയാണ് ശ്രീനാരായണ ഗുരു. മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂട്ടിയുടെ ജന്മദിനമാണെന്ന്. അഭിനയം കൊണ്ട് മാത്രമല്ല, അച്ചടക്കമുള്ള ജീവിതശൈലി, കാലത്തിനു മുന്നേ നടക്കുന്ന സ്റ്റൈൽ, പുതിയതൊക്കെ പഠിക്കാനും സ്വയം മിനുക്കി മെച്ചപ്പെടാനുമുള്ള ആർജവം, ഇതുകൊണ്ടൊക്കെ 2K കിഡ്സിനെ വരെ സ്വാധീനിക്കുന്നതാണ് മമ്മൂട്ടിസം. പ്രായം ഫോളോ ചെയ്യാൻ ഭയപ്പെടുന്ന നിത്യഹരിത യൗവനത്തിന് പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. കൊച്ചി മട്ടാഞ്ചേരിയിലെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ വിശദമായ അന്വേഷണം ആരംഭിച്ച പോലീസ്. വീട്ടമ്മയ്ക്ക് ലഭിച്ച ലിങ്കുകളും ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങളും സൈബർ പോലീസ് ബ്ലോക്ക് ചെയ്തു. 2,88,00,000 രൂപയാണ് മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മയ്ക്ക് തട്ടിപ്പിലൂടെ നഷ്ടമായത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ ലിങ്കുകളൊക്കെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി കൂടുതൽ വിവരശേഖരണമാണോ ഈ അന്വേഷണ സംഘം നടത്തുന്നത്? ഏത് രീതിയിലാണ് ഇതിന്റെ ഒരു സ്രോതസ്സിലേക്ക് എത്തിച്ചേരുന്നത്? ഹുസീന, ഗുഡ് മോർണിംഗ്. ഇന്നലെ തന്നെ പരാതിക്കാരിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അവർ നടത്തിയ ബാങ്ക് ട്രാൻസാക്ഷന്റെ രേഖകളും മട്ടാഞ്ചേരി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കേസ് പൂർണ്ണമായും സൈബർ ടീമിലേക്ക് കൈമാറാനുള്ള സാധ്യതയാണുള്ളത്. നേരത്തെ ഒരു 25 കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. സമാനമായ സാഹചര്യം ഇവിടെയും ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ സമീപകാലത്ത് കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിർച്വൽ അറസ്റ്റ് തട്ടിപ്പാണിത്. അതുകൊണ്ട് അത്രയും ഗൗരവത്തോടുകൂടി തന്നെയാണ് സിറ്റി പോലീസ് ഇതിനെ കാണുന്നത്. പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് ഈ ലിങ്കുകളും അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ സൈബർ പോലീസ് എത്തിയിട്ടുള്ളത്. ഈ പണം നിക്ഷേപിച്ച അക്കൗണ്ടുകളിൽ ഇപ്പോഴും ആ പണം ഹോൾഡായി കിടക്കുന്നുണ്ടെങ്കിൽ ആ പണം തിരിച്ചെടുക്കാൻ പറ്റും എന്നാണ് സൈബർ പോലീസ് പങ്കുവെക്കുന്ന ഒരു ആശ്വാസമായ വാക്ക്. പക്ഷെ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. 5 പേരെ പ്രതി ചേർത്താണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടമ്മയെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയ 5ഓളം ഇതര ഉത്തരേന്ത്യക്കാരുണ്ട്. അവരെയാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. പക്ഷെ ഈ പേരുകളൊക്കെ ഒറിജിനൽ പേരുകളാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഒരു വലിയ സംഘം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വളരെ ഈ വിർച്വൽ അറസ്റ്റിന്റെ ഒരു ക്രൂരമുഖമാണ് ഇന്നലെ അവരുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നത്. ഏറ്റവും അവസാനം പണം ഇല്ലാതായ ഘട്ടത്തിൽ അവർ സ്വന്തം അവയവം വരെ വിറ്റ് പണം നൽകാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോഴാണ് ഈ തട്ടിപ്പ് മനസ്സിലാകുകയും പിന്നീട് പോലീസ് ഇടപെടുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയൊരു അന്വേഷണം, പക്ഷേ ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൊച്ചി സിറ്റി പോലീസ് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു ശ്രീനാരായണ ഗുരു. ഗുരുദർശനങ്ങൾ ഇന്നും നമുക്ക് വഴികാട്ടിയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എല്ലാത്തരം സാമൂഹ്യ തിന്മകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസക്തമായ ആപ്തവാക്യം പകർന്നു തന്ന മഹാഗുരു. വിഭാഗീയതകളുടെ വേലിക്കെട്ടുകളില്ലാതെ മനുഷ്യർ സമാധാനത്തോടെ കഴിയുന്ന ലോകമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സ്വപ്നം. എല്ലാത്തരം അടിച്ചമർത്തലുകളും ഇല്ലാതാക്കാനായിരുന്നു ഗുരു പോരാടിയത്. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കിയ ഗുരു സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ആഹ്വാനം ചെയ്തു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വിധിയാണെന്ന് കരുതി മാനസിക അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം മനുഷ്യർക്ക് ഗുരുവിന്റെ ആദർശങ്ങൾ പുത്തൻ ഉണർവ് നൽകി. അരുവിപ്പുറം പ്രതിഷ്ഠയും കളവംകോടത്തെ കണ്ണാടി പ്രതിഷ്ഠയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായങ്ങളാണ്. സമത്വത്തെയും സാഹോദര്യത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള വായനയായിരുന്നു ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾ. പുതിയ കാലത്ത് ഗുരുദർശനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയാണ്. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾ വർഗീയതയും ജാതി വേർതിരിവുകളും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു. ഗുരുദേവ ദർശനങ്ങളിലൂടെ അവയെ പ്രതിരോധിക്കാൻ കഴിയണം. മനുഷ്യരാശിയുടെ യാത്രാവഴികളിൽ ഒരു കെടാവിളക്കാണ് ഗുരുദർശനങ്ങൾ എല്ലാ കാലവും. റിസർച്ച് ഡെസ്ക് 24.
അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച മലപ്പുറം സ്വദേശിയും കാസർഗോഡ് സ്വദേശിയുമാണ് ഗുരുതരാവസ്ഥയിൽ ഉള്ളത്. നിലവിൽ 11 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം ചികിത്സയിലുള്ളത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില ബാലനാണ് ചേരുന്നത്. മിഥില, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ചികിത്സയിലുള്ളവരിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകളുണ്ടല്ലോ. 11 പേർ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുണ്ട് താനും. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ശ്രീജിത്ത്. നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 11 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഒന്ന് കാസർഗോഡ് സ്വദേശിയാണ്, മറ്റൊന്ന് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗം സ്ഥിരീകരിച്ച മലപ്പുറം വണ്ടൂർ സ്വദേശിനിയാണ്. 56 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ഇവരും ഗുരുതരാവസ്ഥയിൽ തന്നെയാണുള്ളത്. ഈ 2 പേരുടെ ആരോഗ്യനില സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു ആശങ്കയുള്ളത്. മറ്റുള്ളവരെല്ലാം തന്നെ നിലവിൽ ഗുരുതരാവസ്ഥയിലല്ല എന്ന വിവരമാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷേ ഒരു അപകടനില തരണം ചെയ്തിട്ടില്ല. ഇവരെല്ലാവരും തന്നെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. പ്രത്യേക മെഡിക്കൽ സംഘം തന്നെ ഇവരെ നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു അമീബയുടെ വ്യത്യസ്ത വേരിയന്റുകളാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനം നടത്തണം എന്ന ഒരു ആവശ്യം ഉൾപ്പെടെ ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ഒപ്പം തന്നെ കോഴിക്കോട് DMO അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗവും ചേർന്ന് ജില്ലയിലെ തന്നെ സ്വിമ്മിംഗ് പൂളുകൾ ഉൾപ്പെടെയുള്ള ജലത്തിൽ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് 2 ദിവസത്തിനകം ആരംഭിക്കും എന്നാണ് DMO പറഞ്ഞിട്ടുള്ളത്. എന്തുതന്നെയായാലും നിലവിൽ ഇപ്പോൾ 11 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 3 പേർ കുട്ടികളാണ്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 11 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. അതിൽ തന്നെ കാസർഗോഡ് സ്വദേശിയുടെയും മലപ്പുറം സ്വദേശിയുടെയും ആരോഗ്യനില ഗുരുതരമാണ്. ഡൽഹി മലയാളി അസോസിയേഷന്റെ ഓണാഘോഷങ്ങൾ ഡൽഹിയിൽ പൂർത്തിയായി. ചിങ്ങനിലാവ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ നടൻ ദിലീപ് മുഖ്യാതിഥിയായി. DMA രക്ഷാധികാരി ഗോകുലം ഗോപാലൻ, സംവിധായകൻ ബിന്ദു സ്റ്റീഫൻ ഉൾപ്പെടെയുള്ളവർ ആഘോഷത്തിൽ പങ്കെടുത്തു. ആഘോഷങ്ങളുടെ മാറ്റുരയ്ക്കലിൽ ഡൽഹി മലയാളികൾ ഒട്ടും പിന്നിലല്ലെന്നും നാട്ടിലെ അതേ ഭംഗിയോടെയാണ് ഡൽഹിയിലും മലയാളികൾ ഓണം ആഘോഷിക്കുന്നതെന്നും നടൻ ദിലീപ് ചടങ്ങിൽ പറഞ്ഞു. ഡൽഹി മലയാളികൾക്ക് DMA രക്ഷാധികാരി ഗോകുലം ഗോപാലനും ആശംസകൾ നേർന്നു. ഓണത്തോടനുബന്ധിച്ചുള്ള വിവിധ കലാപരിപാടികളും വേദിയിൽ നടന്നു. ഇത്രയധികം സദസ്സിനെ ഒരുമിച്ച് കണ്ടപ്പോൾ ശരിക്കും വലിയ സന്തോഷം തോന്നി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ ഇതുപോലെ ഭയങ്കര ജനമുണ്ടാവും. അത്രയധികം വിലയേറിയ സമയങ്ങൾ മാറ്റിവെച്ച് ഇതിനുവേണ്ടി ഈ കൂട്ടായ്മ, ആ ഒത്തൊരുമ, അതൊക്കെ എന്നും അങ്ങനെ തന്നെ ഉണ്ടാവണം. ഇവിടെ ഈ DMA എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ രക്ഷാധികാരി എന്ന് പറയുമ്പോൾ എനിക്കൊരു അഭിമാനം. തീർച്ചയായും ആ അഭിമാനം കാത്തു രക്ഷിക്കേണ്ട ഇതിന്റെ ഭാരവാഹികളാണ്, ഇവിടുത്തെ പ്രവർത്തകരാണ്, ഇവിടുത്തെ ജനങ്ങളാണ്, ഇവിടുത്തെ മലയാളികളാണ്. നിങ്ങളുടെ നല്ലൊരു സാമൂഹികമായ സമത്വമായ ഒരു നല്ല സൗഹാർദ്ദം പുലർത്തുന്ന ഒരു സംഘടനയായ അന്യോന്യം ബഹളമില്ലാതെ അന്യോന്യം സ്നേഹിക്കുന്ന ഒരു സംസ്കാരം നമ്മളുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല ഒരു സംഘടനയായി ഈ മലയാളി അസോസിയേഷൻ വളർത്താം. ധർമ്മസ്ഥലയിൽ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയെ ശിവമോഗ ജയിലിലേക്ക് മാറ്റി. SIT കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിന് പിന്നാലെ ഇന്നലെ ചിന്നയെ ബൽത്തങ്ങാടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ശിവമോഗ ജയിലിലേക്ക് മാറ്റിയത്. ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവനെയും ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫൈനൽ ഇന്ന് നടക്കും. നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തമ്മിലാണ് ഫൈനൽ പോര്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 6:30 മത്സരം. ടൂർണമെന്റിൽ മൃഗീയ ആധിപത്യം പുലർത്തിയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫൈനലിലെത്തിയത്. ഗ്രൂപ്പ് റൗണ്ടിൽ കളിച്ച 10-ൽ 8 വിജയിച്ചു. സെമി ഫൈനലിൽ കാലിക്കറ്റിനെ 15 റൺസിന് കീഴടക്കി. ദേശീയ ടീമിനൊപ്പം ചേർന്നതിനാൽ സഞ്ജു സാംസണിന്റെ അഭാവമാണ് തിരിച്ചടി. എന്നാൽ സഞ്ജുവില്ലാതെ തന്നെ കഴിഞ്ഞ കളികളിൽ വിജയിച്ചത് ആത്മവിശ്വാസം പകരും. ടൂർണമെന്റിൽ 11 ഇന്നിംഗ്സുകളിൽ നിന്നായി 344 റൺസ് എടുത്ത വിനൂപ് മനോഹരനാണ് ബാറ്റിംഗ് നിരയുടെ കരുത്ത്. ശക്തമായ മധ്യനിരയും തകർത്തടിക്കാൻ കെൽപ്പുള്ള വാലറ്റവും കൂടി ചേരുമ്പോൾ കൊച്ചിക്ക് ബാറ്റിംഗിൽ വലിയ പ്രതീക്ഷയുണ്ട്. 14 വിക്കറ്റുകൾ നേടിയ K മാസിഫ് നയിക്കുന്ന ബൗളിംഗ് നിരയും ശക്തം. ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ തുടർച്ചയായ 2ാം ഫൈനലാണിത്. 10 മത്സരങ്ങളിൽ 5 എണ്ണം ജയിച്ച് 3ാം സ്ഥാനക്കാരായാണ് കൊല്ലം സെമിയിലെത്തിയത്. സെമിയിൽ തൃശൂരിനെ 10 വിക്കറ്റിന് തകർത്തത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ക്യാപ്റ്റൻ സച്ചിൻ ബേബി തന്നെയാണ് കൊല്ലത്തിന്റെ ബാറ്റിംഗ് കരുത്ത്. ശക്തമായ ബാറ്റിംഗ് ലൈനപ്പും കൊല്ലത്തിന്റെ പ്രതീക്ഷകൾ ഇരട്ടിയാക്കുന്നു. 16 വിക്കറ്റുകൾ നേടി ടൂർണമെന്റിലെ വിക്കറ്റ് വേട്ടക്കാരിൽ 2ാമനായ അമൽ AGയിലാണ് ബൗളിംഗ് പ്രതീക്ഷ. കരുത്തരുടെ പോരാട്ടത്തിൽ ടോസും നിർണായകമാവും. 24
തിരുവനന്തപുരം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫൈനൽ പ്രതീക്ഷകൾ 24-നോട് പങ്കുവയ്ക്കുകയാണ് സച്ചിൻ ബേബി. തുടർച്ചയായ 2ാം കിരീടവും നേടാനാകുമെന്നാണ് പ്രതീക്ഷ. ഇന്നത്തെ ദിവസത്തെ മിടുക്കും വിധിയെ നിർണ്ണയിക്കുമെന്ന് സച്ചിൻ ബേബി 24-നോട് പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ 2ാം സീസൺ ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് കൊല്ലം എരി സെയിലേഴ്സിൻ്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ്. തുടർച്ചയായ 2ാം ഫൈനലാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ എളുപ്പമാവില്ല കാര്യങ്ങൾ. കാരണം ഒരു പീക്ക് ലെവൽ ഡോമിനൻസുമായാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ നമുക്കത് ഏത് മാച്ചിലും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു ഫൈനലിൻ്റെ അന്നത്തെ ദിവസം നമ്മൾ ഏത് ടീമാണ് ഏറ്റവും കുറച്ച് മിസ്റ്റേക്സ് കാണിക്കുന്നത്, ഏറ്റവും കുറച്ച് അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, അവർക്കായിരിക്കും കുറച്ചും കൂടെ മുൻഗണന കിട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കൊച്ചിയുമായിട്ടുള്ള കളിയിൽ കഴിഞ്ഞ ആദ്യ മത്സരത്തിൽ 236 റൺസ് എടുത്തിരുന്നു. നമ്മൾ നന്നായി ബാറ്റ് ചെയ്തു. എന്നിട്ടും ആ മത്സരം വിജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമ്മുടെ ബൗളേഴ്സ് ആണെങ്കിൽ വളരെ മികച്ച നിലവാരം പുലർത്തുന്നു. ഏറ്റവും ഒടുവിൽ തന്നെ ഏറ്റവും നല്ല ബാറ്റിംഗ് നിരയായിരുന്ന തൃശ്ശൂരിനെ 86 എറിഞ്ഞ് ഇടുകയും ചെയ്തു. അപ്പോൾ ബൗളിങ്ങിലാണോ വിശ്വാസം? നമ്മളൊരു ബാലൻസ് സ്ക്വാഡ് തന്നെയാണ് നമ്മൾ ആദ്യത്തോട് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെക്കാളും ഏറ്റവും വലിയൊരു ചലഞ്ചായിരുന്നു നല്ലൊരു ടീം ബിൽഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് 2 യങ് ബോളേഴ്സാണ് നമുക്ക് വന്നത്, ആപ്പിളും പവനും. അപ്പം അവർക്ക് കുറച്ച് സമയമെടുത്തു എല്ലാം സെറ്റപ്പ് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ മാച്ച് പോകുന്തോറും അവർ നന്നായിട്ട് എറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഈ തവണ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ബോൾ എറിയാൻ പെടും തോന്നുന്നു. മറ്റേതെങ്കിലും തരത്തിൽ ഈ ടോസൊക്കെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ ഗ്രൗണ്ടിൻ്റെ സ്വഭാവം, നിരന്തരമായ ഗ്രൗണ്ടിൽ മത്സരം നടക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ടോസ് നിർണായകമാണെന്ന് കരുതുന്നുണ്ടോ? ടോസ് നമ്മളല്ല, ഇപ്പം നൈറ്റ് മാച്ചാണ്. അപ്പോൾ നൈറ്റ് മാച്ചിൽ ഒരു ഫാക്ടർ ഉണ്ട്. ബട്ട് പ്ലസ് നമ്മൾ കഴിഞ്ഞ കൊല്ലം കൊച്ചി കളിച്ചപ്പോഴും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിലും നല്ലൊരു സ്കോർ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇന്നലത്തെ മാച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നല്ലൊരു സ്കോർ അവരെടുത്തു. അപ്പോൾ എപ്പോഴും ഒരു പ്രഷറുണ്ട്, എപ്പോഴും ഏത് ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആയാലും. അപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് വലുതാണ്. ഇപ്പോൾ അവസാനം ഇറങ്ങുന്ന ആളുകൾ വരെ വമ്പനടിക്കാൻ കരുത്തുള്ളവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ ടെൻഷൻ അതായിരിക്കുമോ? 2 ടീം ഞാൻ നേരത്തെ പറഞ്ഞു, 2 ടീമും നല്ല സ്ട്രോങ് സൈഡാണ്. അവർ നല്ല ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, നമ്മൾ നല്ല കളിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെയാണ്, ആ ദിവസം നമ്മളെ നന്നായിട്ട് കളിക്കുന്ന ആരാണോ അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. എന്തായാലും തുടർച്ചയായി 2 സീസണിലും ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കപ്പിന് ഒറ്റ മത്സരം അകലെയാണ്. അങ്ങനെ ഒരു ആദ്യ 2 സീസണിൻ്റെയും ചാമ്പ്യന്മാരാകുമെന്ന പ്രതീക്ഷ തന്നെയാണല്ലേ? നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്. ബൈ ഗോഡ് ബ്ലെസ് അത് അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും തകർക്കട്ടെ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ക്യാമറമാൻ സിറിൽ ഡി ലെസ്ലിക്കൊപ്പം സലീം മാലിക്, 24 തിരുവനന്തപുരം. US ഓപ്പൺ പുരുഷ സിംഗിൾസ് ചാമ്പ്യനെ ഇന്നറിയാം. രാത്രി 11:30 നടക്കുന്ന സൂപ്പർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ യാനിക് സിന്നർ കാർലോസ് അൽഖറാസിനെ നേരിടും. ക്ലേക്കോട്ടിൽ അൽക്കറാസിന്റെ അതീശത്വം, പുൽക്കോട്ടിൽ വിന്നറായി സിന്നർ. ടെന്നീസ് ലോകത്തെ ഇളമുറ തമ്പുരാക്കന്മാർ ഇക്കൊല്ലത്തെ തുടർച്ചയായ 3ാം ഗ്രാൻഡ് സ്ലാമിന്റെ ഫൈനലിലും മുഖാമുഖമെത്തുന്നു. ആർദറാഷ് സ്റ്റേഡിയത്തിലെ ഹാർഡ് കോർട്ടിലൂടെ മുന്നിലെത്തുന്നത് ആരായിരിക്കും? ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ചിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് വീഴ്ത്തിയാണ് കാർലോസ് അൽക്കറാസ് 2ാം US ഓപ്പൺ ലക്ഷ്യമിട്ടുള്ള കലാശപ്പോരിന് ടിക്കറ്റ് എടുത്തത്. നിലവിലെ ചാമ്പ്യൻ യാനിക് സിന്നർക്ക് 4 സെറ്റ് നീണ്ട പോരാട്ടത്തിലേക്ക് കടക്കേണ്ടി വന്നു കാനഡയുടെ ഫെലിക്സ് ഓഷ്യ അലിസിയാമയെ മറികടക്കാൻ. ഇതോടെ ഇക്കൊല്ലത്തെ 4 ഗ്രാൻഡ് സ്ലാമുകളുടെ ഫൈനലിലെത്താനും ലോക 1ാം നമ്പർ താരത്തിനായി. നേർക്കുനേർ കണക്കുകളിലെല്ലാം അൽക്കറാസിനാണ് മുൻതൂക്കം. ഇതുവരെ മുഖാമുഖമെത്തിയ 14-ൽ 9 എണ്ണത്തിലും ജയം. ഗ്രാൻഡ് സ്ലാമുകളിൽ 3-2 ലീഡ്. അൽക്കറാസും സിന്നറും തമ്മിലുള്ള ഫ്രഞ്ച് ഓപ്പൺ ഫൈനൽ നീണ്ടത് 5 മണിക്കൂറും 29 മിനിറ്റുമാണ്. അതുപോലൊരു തീപ്പാറും പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് ടെന്നീസ് ലോകം. സ്പോർട്സ് ഡെസ്ക് 24. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയ വിവാദം തുടരുന്നു. അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ വർഗീയ ശക്തികൾക്ക് ഇടം കൊടുക്കുകയാണ് എന്നാണ് UDFന്റെ നിലപാട്. അതേസമയം സംഗമത്തിലെ KSNDP NSS നേതൃത്വത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്ത് നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഇരുവരും അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുകയാണ് സലീം മാലിക്. സലീം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഒരു വശത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുന്നു, മറുവശത്ത് ചില സംഘടനകൾ പൂർണ്ണ പിന്തുണ അറിയിക്കുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ വിവാദങ്ങൾ, എതിർപ്പുകൾ അത് അവസാനിക്കുന്നില്ലെന്നാണോ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്?
ശ്രീജിത്ത്, ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് വരെയും അത് കഴിഞ്ഞ് കുറച്ച് ദിവസവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ രാഷ്ട്രീയപരമായി തുടരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ തന്നെയാണ്. ഈ സർക്കാരും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഘടനകളും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. ഒപ്പം പ്രതിപക്ഷവും UDF-ഉം BJP-യും ഒക്കെ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുകയും എതിർക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തെ UDF ബഹിഷ്കരിക്കുന്നില്ല എങ്കിൽ പോലും അതിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു തന്ത്രപരമായ സമീപനമായിരുന്നു നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നത്. അതിന് പിന്നാലെ തന്നെ ഓരോ നേതാക്കളും നടത്തുന്ന പ്രസ്താവനയിലും അത് പ്രകടമാണ്. സംഗമത്തെ എതിർക്കുന്നില്ല, പക്ഷേ അതിനെ എതിർക്കുന്നത് മറ്റൊരു തലത്തിലാണ്. വർഗീയ ശക്തികൾക്ക് ഇടം കൊടുക്കാനുള്ള ഒരു അവസരമായി സർക്കാർ ഇതിനെ കാണുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള തരത്തിൽ മറ്റൊരു രീതിയിലാണ് പ്രതിപക്ഷം അതിനെ എതിർക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമത്തിൽ നിന്ന് പുറകോട്ട് പോവുകയല്ല വേണ്ടത്, പക്ഷേ അതിനപ്പുറത്തേക്ക് അത് സംഘടിപ്പിക്കുന്ന രീതി മാറ്റണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതേസമയം അതുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് സർക്കാർ. ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് തകൃതിയായി കടന്നു കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി തന്നെ SNDP, NSS തുടങ്ങിയ സംഘടനകളെ നേരിട്ട് കണ്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. ഇരു സംഘടനകളും ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ വലിയ പിന്തുണ അതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനെ എതിർക്കുന്നവരെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെയും അത് ആവർത്തിക്കുകയാണ് ചെയ്തത്. അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കരുത് എന്നുള്ളതാണ് അഭിപ്രായം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട സംഗമത്തിനെതിരെ BJP-യുടെ നിയന്ത്രണത്തിലുള്ള ശബരിമല കർമ്മസമിതി ഒരു ബദൽ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ക്രമീകരണങ്ങളിൽ അമിത്ഷായെയും യോഗി ആദിത്യനാഥിനെയും ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോയിട്ടില്ല. ആ ദിവസം തന്നെ ഇത് സംഘടിപ്പിക്കും എന്നുള്ള നിലയിലാണ് ഇപ്പോഴും കാര്യങ്ങൾ തുടരുന്നത്. പക്ഷേ അതിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. ആരെയൊക്കെ എത്തിക്കും എന്നുള്ളതും ആരൊക്കെ അതിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയും ഉണ്ടായിട്ടുമില്ല. റിജിത്ത്, ക്രിസ്റ്റീന. സലീം മാലിക്കാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷങ്ങളുടെ ഭാഗമായി വെള്ളായണിക്കായലിൽ ആവേശ ജലോത്സവം. 48ാമത് മഹാത്മാ അയ്യങ്കാളി ജലോത്സവത്തിൽ ബ്രദേഴ്സ് ചുണ്ടൻ കാക്കാമൂല ജേതാക്കളായി. 4 ഗ്രൂപ്പുകളിലായി 17 പ്രാദേശിക വള്ളങ്ങളാണ് കായലിൽ തുഴയെറിഞ്ഞത്. ഇന്നത്തെ മത്സരത്തിലെ വിജയായി മുന്നോട്ട് വരുന്നതെന്ന് നമുക്കറിയാം. ഓണപ്പരപ്പിലെ ഈ ഒളിമ്പിക്സ് ജലരാജാക്കന്മാർക്കായിട്ടുള്ള ഈ മത്സരത്തിൽ ആരാണ് മുന്നിലായിട്ട് കടന്നു വരുന്നത്? നമുക്ക് നല്ല കരഘോഷത്തോടെ അവരെ സ്വീകരിക്കാം. മനോഹരമായ വെള്ളായണി കായൽ. കായൽപ്പരപ്പിനെ ആവേശത്തിലാഴ്ത്തി പ്രാദേശിക വള്ളങ്ങൾ ട്രാക്കിലിറങ്ങി. കാണാൻ സാധിക്കുന്നത് മറ്റ് 2 വള്ളങ്ങളിൽ വെള്ളപ്പാടകളെ പിന്നിലാക്കിക്കൊണ്ട് ഒരു വള്ളം അതിമനോഹരമായി ചെറുവള്ളങ്ങളെ 3 തരങ്ങളായി തിരിച്ചാണ് മത്സരം. ഇതിനൊപ്പം വനിതകളുടെ ടീമും കായലിൽ തുഴയെറിയും. 1ാം തരത്തിൽ വിജയികളാകുന്നവർക്കാണ് മഹാത്മാ അയ്യങ്കാളി ജലോത്സവ ട്രോഫി. കായൽ വെള്ളായണിക്കാരുടെ ജീവിതത്തിന്റെ കൂടി ഭാഗമാണ്. ഓണമാഘോഷങ്ങൾക്കൊപ്പം വള്ളംകളിയെയും അവർ ചേർത്ത് വയ്ക്കുന്നു. ജലോത്സവ പ്രേമികളായ നിരവധി പേരാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മത്സരം കാണാനെത്തിയത്. 2ാം തരം വള്ളങ്ങളുടെ മത്സരത്തിൽ ബ്ലൂബേർഡ്സ് കാക്കാമൂലയും 3ാം തരത്തിൽ പടക്കുതിര കാക്കാമൂലയും വനിതാ വള്ളംകളിയിൽ പൂക്കോട് ചുണ്ടനുമാണ് ജേതാക്കളായത്. 24 തിരുവനന്തപുരം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മഴക്കെടുതിയിൽ. കുളുവിലെ മണ്ണിടിച്ചിലിൽ 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8ആയി. ചമ്പ ജില്ലയിൽ കുടുങ്ങിയ 64 തീർത്ഥാടകരെ ഹെലികോപ്റ്റർ മാർഗം രക്ഷപ്പെടുത്തി. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് അച്യുതനാണ്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. ഉത്തരേന്ത്യ ഇതുപോലെ മഴക്കെടുതിയിൽപ്പെട്ടിട്ട് ആഴ്ചകളാകുന്നു. അവിടെ നിരവധി പേരുടെ ജീവൻ അപകടപ്പെടുന്നു, സ്വത്ത് നഷ്ടപ്പെടുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഇക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും നേരിട്ട് പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? റിജിത്ത്, ക്രിസ്റ്റിന, 4 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് മഴക്കെടുതി കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ 4 സംസ്ഥാനങ്ങളെയാണ് ഈ കാലവർഷം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടായത്. ഇതിൽ പ്രധാനമായും പഞ്ചാബിൽ ഇപ്പോഴും പ്രളയസമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ജമ്മു കാശ്മീരിലും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും രൂക്ഷമായത് മണ്ണിടിച്ചിലായിരുന്നു. ഈ ശക്തമായ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ, അതിൽ ജമ്മു കാശ്മീരിലും ഇത്തരത്തിൽ മേഘവിസ്ഫോടനം
സ്ഫോടനം ഉണ്ടാവുകയും നിരവധി മരണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഹിമാചൽ പ്രദേശിൽ ഇന്നലെയായിരുന്നു കുളുവിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇതിൽ 4 മൃതദേഹങ്ങൾ മരിച്ചവരുടെ 4 മൃതദേഹങ്ങൾ കൂടി ഇന്നലെ രാത്രിയോടുകൂടി കണ്ടെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ മരണം 8 ആയിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ യമുന തീരത്താണ്. ഇവിടെ നിലവിൽ യമുനയുടെ ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിൽ തന്നെ തുടരുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 207 മീറ്ററിന് മുകളിലായിരുന്നു യമുന നദി ഒഴുകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ നിലവിൽ ജലനിരപ്പ് ഒന്ന് നേരിയ തോതിൽ താഴ്ന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അപകട നിലയ്ക്ക് മുകളിൽ തന്നെയാണ് തുടരുന്നത്. അതായത് ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അണക്കെട്ടുകൾ തുറന്നതോടുകൂടിയാണ് ഈ യമുനയിലെ ജലനിരപ്പും ഉയർന്നിട്ടുള്ളത്. ഇതിൻ്റെ പരിസര പ്രദേശത്തുള്ള ജനവാസ മേഖലയെ ആകെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലായി തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യമുന ഈ കര കയറി ഒഴുകിയിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിലെല്ലാം ഒരല്പം പിൻവാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്, ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഈ 4 സംസ്ഥാനങ്ങളിലും മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. അതൊരു ആശ്വാസം പകരുന്ന ഒന്നാണ്. എന്നാലും ഹിമാചൽ പ്രദേശിൽ ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നിലവിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പെട്രോൾ പമ്പ് ഉദ്ഘാടനത്തിന് കോഴിക്കോട് ഉള്ളിയേരിയിലെത്തുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധത്തിന് സാധ്യത. പ്രവർത്തകരെ കരുതൽ തടങ്കലിലെടുത്തു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില ബാലനാണ് ചേരുന്നത്. മിഥില, ഗുഡ് മോർണിംഗ്. മിഥില അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെ കരുതൽ നടപടികളാണ് എടുത്തിട്ടുള്ളത്? തീർച്ചയായും ക്രിസ്റ്റീന, റീജിത്ത്, പ്രതിഷേധത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്, കരുതൽ തടങ്കലിലാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ രാവിലെ തന്നെ സുരേഷ് ഗോപിക്ക് കരിങ്കൊടി കാണിക്കും എന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഉള്ളിയേരി ടൗണിലാണുള്ളത്. ഇവിടെ നിന്നും പേരാമ്പ്ര റൂട്ടിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്താണ് കരിങ്കൊടി കാണിക്കാൻ വേണ്ടി പ്രവർത്തകർ എത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിലിപ്പോൾ 3 പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്നും ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ വലിയൊരു പോലീസ് സന്നാഹം സുരേഷ് ഗോപി കടന്നു പോകുന്ന വഴിയിലുടനീളം വലിയൊരു പോലീസ് സന്നാഹമുണ്ട്. തൃശ്ശൂരിലെ വ്യാജ വോട്ട് അല്ലെങ്കിൽ കള്ളവോട്ട് ആരോപണത്തിൽ പ്രതിഷേധിച്ചാണ് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് വന്നിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഒരു പ്രതിഷേധ സാധ്യത നിലനിൽക്കുന്നുണ്ട്. സുരേഷ് ഗോപിയെ കരിങ്കൊടി കാണിക്കും എന്ന ഒരു നിലപാടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉറച്ചു നിൽക്കുന്നുണ്ട്. നിലവിൽ 3 പേരെയാണ് ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ക്രിസ്റ്റീന, റീജിത്ത്. ശരി, മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ പരിപാടിയിൽ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലെടുത്തിരിക്കുകയാണ് പോലീസ്. ഇനി അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ് വാർത്താലോകം. അമേരിക്കൻ IT കമ്പനികളിലേക്ക് നടത്തിവരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കമെന്ന് റിപ്പോർട്ട്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഔട്ട്സോഴ്സിംഗ് നടത്തുന്നത് അമേരിക്കൻ ജീവനക്കാരുടെ വേതന തൊഴിൽ അടിച്ചമർത്തലിന് കാരണമാകുന്നുവെന്ന് വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നെവാരോ പറയുന്നു. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ആദ്യം ലോറ ലൂമറുടെ ഒരു പോസ്റ്റ് എക്സ്പോസ്റ്റ് വന്നിരുന്നു. അതിൽ അമേരിക്കൻ കോൾ സെന്ററുകൾ പൂർണ്ണമായും അമേരിക്കൻ ആകുന്നു എന്നൊരു സൂചന. ഒപ്പം തന്നെ പീറ്റർ നവാരോയുടെ ഉപദേശവുമുണ്ട്. ഇന്ത്യയുമായി ഒരു സമവായത്തിലേക്കെന്ന സൂചനകളൊക്കെ കഴിഞ്ഞ ദിവസം ഇന്ത്യയുമായി സൗഹൃദമുണ്ടെന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനിയൊരു നടപടിക്കുള്ള ഒരു സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. അമേരിക്കയിലെ സോഫ്റ്റ്വെയർ കമ്പനികളിലേക്ക് പ്രധാനമായും ഈ ഔട്ട്സോഴ്സിംഗ് നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാമത് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യ. ഇപ്പോൾ ഇത് നിർത്തലാക്കാനോ അല്ലെങ്കിൽ ഇതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു നീക്കം വരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഔട്ട്സോഴ്സിംഗ് നടത്തുന്നത് അമേരിക്കയിലുള്ള തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുവാനുള്ള കാരണമാകുന്നു എന്നാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണമായിട്ട് വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ പറയുന്നത്. പീറ്റർ നവാരോ തുടർച്ചയായിട്ട് ഇന്ത്യക്കെതിരെയുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ പീറ്റർ നവാരോയുടെ വായ അടപ്പിക്കണം, അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഔട്ട്സോഴ്സിംഗിന് തീരുവ ഏർപ്പെടുത്തണമെന്നാണ് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശം. സെപ്റ്റംബർ 1 വലതുപക്ഷ ആക്ടിവിസ്റ്റും അതുപോലെ മുൻ US നേവി ഇന്റലിജൻസ് ഓഫീസറുമായ ജാക്ക് പോസോബിക്ക് ഒരു പോസ്റ്റ് സമാന രീതിയിൽ ചെയ്തിരുന്നു. വിദേശ റിമോട്ട് തൊഴിലാളികളും അതുപോലെ ഔട്ട്സോഴ്സിംഗ് താരിഫുകൾക്കൊക്കെ വിധേയമായിരിക്കണമെന്നാണ് അന്ന് അദ്ദേഹം വാദിച്ചത്. അമേരിക്കയിൽ എത്തുന്ന ഉൽപ്പന്നങ്ങൾ പോലെ തന്നെ അമേരിക്കയ്ക്ക് റിമോട്ടായി സർവീസുകൾ നൽകുന്ന രാജ്യങ്ങൾ തീരുവ രീതിയിൽ അതിനുള്ള പണം
പണം നൽകണം. അതുപോലെ മറ്റൊരു നിർദ്ദേശം വരുന്നത് H1B വിസകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള ഒരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് കരുതുന്നു. യോഗ്യത കർശനമാക്കുക, അതുപോലെ ഇളവുകൾ പരിഷ്കരിക്കുക, വിസകൾ അനുവദിക്കുന്ന രീതിയൊക്കെ പുനഃക്രമീകരിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള പുതിയ നിയമങ്ങൾ ഉൾപ്പെടുത്തി ട്രംപ് ഭരണകൂടം H1B വിസ പ്രോഗ്രാമിൽ പ്രധാന മാറ്റങ്ങൾക്ക് ഒരുങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ ഓർക്കണം, ഇന്ത്യക്കാരാണ് പ്രധാന H1B വിസ വഴി അമേരിക്കയിൽ എത്തുന്നത്. 2023 സെപ്റ്റംബറിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാർ ഏതാണ്ട് 68 ലക്ഷത്തോളം ഈ H1B വിസയിൽ അമേരിക്കയിൽ എത്തി. അതായത് 58% ഈ പ്രാരംഭ തൊഴിൽ വിസകൾ അന്ന് അനുവദിച്ചത്. ഇത് കൂടാതെ 79% പേർക്ക് 2 ലക്ഷത്തിൽ പരം അതായത് വിസകൾ എക്സ്റ്റൻഷനുകളായി നേടിയിരുന്നു. H1B വിസയിലെ ഏതൊരു മാറ്റവും US-ൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ വലിയ തോതിൽ ബാധിക്കുമെന്ന് ആണ് റിപ്പോർട്ടുകൾ. ശ്രീജിത്ത്, ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും ചർച്ച നടത്തി. യുക്രൈനിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിൽ ഇന്ത്യയും ഫ്രാൻസും ഒരുമിച്ച് നീങ്ങുമെന്ന് ഇമ്മാനുവൽ മക്രോൺ പറഞ്ഞു. ആഗോള സമാധാനവും സ്ഥിരതയും വളർത്തുന്നതിൽ ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം നിർണായകമാണെന്ന് നരേന്ദ്രമോദി. വ്യാഴാഴ്ച പാരീസിൽ നടന്ന യുക്രൈൻ അനുകൂല രാജ്യങ്ങളുടെ ഉച്ചകോടിയിലെ നീക്കങ്ങൾ മക്രോൺ മോദിയെ ധരിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. 2019 ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ ആശയവിനിമയ സംവിധാനങ്ങൾ ചോർത്താൻ അമേരിക്ക നീക്കം നടത്തിയെന്ന് ന്യൂയോർക്ക് ടൈംസ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണ കാലയളവിലായിരുന്നു നീക്കം. കിമ്മിന്റെ ആശയവിനിമയ സംവിധാനങ്ങൾ ചോർത്തുന്നതിനായി ചാര ഉപകരണം സ്ഥാപിക്കാനുള്ള നീക്കം പാളിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കൻ നാവികസേനയുടെ സീൽ ടീം 6ന്റെ റെഡ് സ്ക്വാഡ്രൺ നടത്തിയ ദൗത്യം പരാജയപ്പെട്ടത് ഉത്തര കൊറിയയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അപ്രതീക്ഷിതമായി ബോട്ട് കണ്ടതിനാലെന്നും റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ നേരിട്ടുള്ള അനുമതിയോടെയുള്ള ദൗത്യമായിരുന്നുവെന്നും ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. വിയറ്റ്നാമിൽ കിം ജോങ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പാണ് അനുമതി നൽകിയതെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇതേക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് ട്രംപിന്റെ പ്രതികരണം. ആകാശത്തിന്ന് വിസ്മയ കാഴ്ച. ബ്ലഡ് മൂൺ ഇന്ന് വൈകിട്ട് ദൃശ്യമാകും. ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങളിൽ ബ്ലഡ് മൂൺ ദൃശ്യമാകും. ഷാർജയിൽ ബ്ലഡ് മൂൺ കാണുവാനായി പ്രത്യേക സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരീക്ഷണത്തിനും അതോടൊപ്പം തന്നെ ജ്യോതിശാസ്ത്രത്തിനും താല്പര്യമുള്ള ആളുകൾ കാത്തിരിക്കുന്ന മനോഹരമായ ആകാശ കാഴ്ചകളിൽ ഒന്നാണ് ബ്ലഡ് മൂൺ. ഈ ബ്ലഡ് മൂണിനാണ് ഇന്ന് ആകാശത്ത് വിസ്മയമാവുക. ഈ ബ്ലഡ് മൂൺ ഇന്ന് രാത്രി ആകാശത്ത് കാണാനാകും. ഇന്ത്യ അടക്കം ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഈ മനോഹര ഗ്രഹണം ദൃശ്യമാകുമെന്നതിനാൽ ഇതിന് തന്നെ കാത്തിരിക്കുകയാണ് ഇത് ആളുകൾ. ഭൂമിയുടെ നിഴൽ, അതായത് ചന്ദ്രനിൽ ഭൂമിയുടെ നിഴൽ പതിക്കുമ്പോൾ ചന്ദ്രനിൽ ചുവപ്പ് കലർന്ന ഒരു ഓറഞ്ച് നിറം വരും. ഇതാണ് ബ്ലഡ് മൂൺ എന്നറിയപ്പെടുന്നത്. ഇന്ന് രാത്രിയും അതോടൊപ്പം തന്നെ നാളെ പുലർച്ചെയുമായിരിക്കും ഈ ഒരു പ്രതിഭാസം ആകാശത്ത് ദൃശ്യമാവുക. സമീപ വർഷങ്ങളിൽ സംഭവിച്ച ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരവും അതോടൊപ്പം തന്നെ വിശാലമായി കാണാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒന്നായിരിക്കും ഇന്ന് വൈകിട്ടും നാളെ രാവിലെയുമായി ഉണ്ടാകുന്ന ഗ്രഹണമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ എല്ലാവരും തന്നെ പറയുന്നത്. ഇതിനായി ഷാർജയിലുള്ള മലീഹ നാഷണൽ പാർക്ക് ഈ ഒരു പൂർണ്ണ ഗ്രഹണം കാണുവാനായിട്ട് പ്രത്യേക പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മലീഹ ആർക്കിയോളജിക്കൽ സെൻറ്ററിലാണ് ഈ ഒരു പ്രത്യേക പരിപാടി ഒരുക്കിയിരിക്കുന്നത്. പാർക്കിൽ പ്രത്യേകം തയ്യാറാക്കുന്ന പനോരമിക് ലോഞ്ചുകളിലാണ് ഇത്തരത്തിൽ ഈ വാനനിരീക്ഷണത്തിനായി പ്രത്യേകം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിനായുള്ള പ്രത്യേക സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, അവധി ദിനത്തിലാണ് ഈ ഒരു ആകാശ വിസ്മയം എന്നതിനാൽ തന്നെ കുടുംബസമേതം ഈ ആളുകൾക്ക് എത്താനും ഇത് ആസ്വദിക്കാനുമുള്ള അവസരവും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഇതിന് പുറമെ ഈ മാസം 20-ന് ശനി പ്രത്യയം സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ശനി പ്രത്യയത്തിനായിട്ടും വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ഷാർജ മലീഹ ആർക്കിയോളജിക്കൽ സെൻറ്റർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി discover.shuruk.gov.ae എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിസ്മയ കാഴ്ച കാണുവാനായി കാത്തിരിക്കുകയാണ് ആളുകളെല്ലാവരും. ലൈംഗികാരോപണ കേസിൽ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. നേതാക്കൾ പറയുന്നത് അംഗീകരിക്കാമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിലപാട്. ഈ മാസം 10-ന് ശേഷം വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. രാഹുൽ പങ്കെടുക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാടിൽ വി.ഡി. സതീശൻ ഉറച്ചു നിൽക്കുന്നതായാണ് സൂചന. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് വീണ്ടും ചേരുന്നത്. സലീം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വളരെ കർശന നിലപാടുമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ മറ്റു ചില നേതാക്കൾ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കട്ടെ എന്ന ഒരു നിലപാടിലാണല്ലോ. ഒടുക്കം എന്ത് സംഭവിക്കാനാണ് സാധ്യത?
ക്രിസ്റ്റീന റീജിത്ത്, കോൺഗ്രസിനുള്ളിൽ തന്നെ ആ വിഷയത്തിൽ ഇതുവരെ ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കളുടെയും നിലപാട്. രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ആദ്യഘട്ടത്തിൽ നിലപാടെടുത്ത നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കട്ടെ എന്നൊരു നിലപാടാണ് അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാഹുലിനെ പങ്കെടുപ്പിക്കണമെന്നും സംരക്ഷണം നൽകണമെന്നുള്ള അഭിപ്രായം പറയുകയും ചെയ്തു. അതിന് പിന്തുണ കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എതിർപ്പുമായി നിൽക്കുന്നത് വി ഡി സതീശൻ പക്ഷമാണ്. നിലവിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ നിരവധി വിഷയങ്ങൾ മുൻപിലുണ്ട്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന സഭാ സമ്മേളനത്തിൽ സർക്കാരാവില്ല, പ്രതിപക്ഷമാകും പ്രതിരോധത്തിലാവുക. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. അതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഈ മാസം 10 ശേഷം കൈക്കൊള്ളാം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. എന്ത് തന്നെ ആയാലും നേതൃത്വം പറയുന്നതിനനുസരിച്ച് തീരുമാനമെടുക്കാം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിലവിലെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇതുവരെ അവധിയപേക്ഷയൊന്നും സ്പീക്കർക്ക് നൽകിയിട്ടുമില്ല. അതിനിടയിൽ ഈ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വിവരവും ഇതുവരെ ഔദ്യോഗികമായി സ്പീക്കറെ അറിയിച്ചിട്ടില്ല. അത് നിയമസഭാ സമ്മേളനം നടക്കുന്നതിന് തൊട്ട് തലേദിവസമായാലും നൽകിയാൽ മതി എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു കത്ത് സ്പീക്കർക്ക് നൽകുന്നത് ഈ സഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിരിക്കുകയും ചെയ്യും. ക്രിസ്റ്റീന. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മറ്റൊരു വാർത്ത കൂടി സലീം മാലിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ ഇനി ചർച്ചകൾ ഡൽഹിയിൽ. കേരളത്തിലെ നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ ദേശീയ നേതൃത്വം ഒറ്റപ്പേരിലേക്ക് എത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഏകാഭിപ്രായമില്ലാത്ത സ്ഥിതിക്ക് ഇനി വിഷയത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇന്നലെ കെ സുധാകരൻ സംസാരിക്കുമ്പോഴും യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനില്ലാത്ത വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു ചില വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ. ഇപ്പോൾ കുന്നംകുളത്തെ കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ വിമർശനം. നേതാക്കളാണെങ്കിൽ മുന്നോട്ട് വെച്ച പേരുകളിൽ നിന്ന് പിന്നോട്ടും പോകുന്നില്ല. ഒരു സമവായം സാധ്യമാവാത്ത നിലയുണ്ടോ? എന്ത് തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം പോകാനാണ് സാധ്യത സലീം? റിജിത്ത്, കേരളത്തിലെ നേതാക്കൾ തമ്മിലൊരു സമവായം സാധ്യമായിട്ടില്ല. അതിന് സാധ്യമാകുമെന്ന് കരുതുന്നുമില്ല. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം ഈ പരിഗണിച്ച നിലവിൽ 4 പേരുകളാണ് നേതൃത്വത്തിന് മുൻപിൽ വെച്ചിരിക്കുന്നത്. ആ പേരുകൾ ശേഖരിച്ചു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി, കേരളത്തിന്റെ ചുമതല കൂടിയുള്ള ശ്രാവൺ റാവു കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമായും സംസാരിച്ചു. അവരിൽ നിന്നൊക്കെ അഭിപ്രായം തേടുകയും ചെയ്തു. ഓരോ നേതാക്കളും വ്യത്യസ്ത പേരുകൾ പറയുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 2 പേരുകൾ മുന്നോട്ട് വെച്ചു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 3 പേരുകൾ മുന്നോട്ട് വെച്ചപ്പോൾ രമേശ് ചെന്നിത്തല, അബിൻ വർക്കി എന്ന ഒറ്റ പേര് മാത്രമാണ് മുന്നിലേക്ക് വെച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ OJ ജനീഷ്, ബിനു ചുള്ളിയിൽ, KM അഭിജിത്ത്, അബിൻ വർക്കി എന്നീ 4 പേരുകളാണ് നേതൃത്വത്തിന് മുൻപിൽ നിലവിൽ പരിഗണനയിലുള്ളത്. ഈ 4 പേരുകൾക്ക് നിന്നും ഇനി ഹൈക്കമാൻഡുമായും ഒപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറിയായ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ആളുകളിൽ നിന്നുമൊക്കെ അഭിപ്രായം തേടിയതിനു ശേഷം ഈ മാസം 10 തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അധ്യക്ഷ പ്രഖ്യാപനം നടത്താനാണ് സാധ്യത. അത് ഏതെങ്കിലും നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും 15 കഴിയില്ല എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ ഈ ആഴ്ച തന്നെ അധ്യക്ഷ പ്രഖ്യാപനം നടത്താനും ഒപ്പം തന്നെ വളരെ വേഗത്തിൽ കേരളത്തിലെ വിഷയങ്ങളിൽ സമരങ്ങളിലേക്ക് രംഗത്തിറങ്ങാനുമാണ് നേതൃത്വം നിർദ്ദേശിക്കുന്നത്. റിജിത്ത്. ശരി, സലീം മാലിക് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഏറിപ്പോയാൽ 4 ദിവസം എന്ന് പറഞ്ഞു തുടങ്ങിയ ചർച്ചയാണ്. ഇപ്പോഴും ഒരു പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഡൽഹിയിലായിരിക്കും ഇനി ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാവുക. സലീം മാലിക് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.